നമ്മുടെ സമൂഹത്തിൽ നമുക്ക് ചുറ്റും ജീവിക്കുന്ന, വേദനിക്കുന്ന, നിരാലംബരും രോഗികളുമായ സഹോദരങ്ങളിലേക്ക് നന്മയുടെ കരം നീട്ടുവാൻ ശമരിയാൻ ഞങ്ങൾ ഒരുക്കുകയാണ്. പങ്കുവയ്ക്കുന്ന ക്രൈസ്തവ സ്നേഹത്തിൻ്റെ ഈ മഹനീയ സാക്ഷ്യാനുഭവത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇത് തൃശ്ശൂർ ജില്ലയിൽ മുകുന്ദപുരം താലൂക്കിൽ മുരിയാട് ഗ്രാമപഞ്ചായത്തിൽ 8-ാം വാർഡ് പുല്ലൂർ താമസിക്കുന്ന മൂലക്കാടൻ താരുവിൻ്റെ മകൻ ശിവദാസൻ. ഇദ്ദേഹം ഒരു വൃക്ക രോഗിയാണ്. ഇപ്പോൾ ആഴ്ചയിൽ 3 ഡയാലിസിസുകൾ ചെയ്തു വരുന്നു. അസുഖം തുടങ്ങിയിട്ട് 20 വർഷം കഴിഞ്ഞു. എൻ്റെ പേര് നികിത അനൂപ്. ഞാൻ മുരിയാട് ഗ്രാമപഞ്ചായത്തിലെ 8-ാം വാർഡ് മെമ്പറാണ്. എൻ്റെ വാർഡിലാണ് ശിവദാസേട്ടനും കുടുംബവും താമസിക്കുന്നത്. ഇവരുടെ കുടുംബം വളരെ സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന കുടുംബമാണ്. ഇതിനു മുമ്പ് ചേട്ടൻ കിഡ്നി മാറ്റിവെച്ചിരുന്നു. എന്നാൽ കൊറോണയും ന്യൂമോണിയയും ബാധിച്ചതിന് ശേഷം ചേട്ടൻ്റെ കിഡ്നി വീണ്ടും തകരാറിലായി. ഇപ്പോൾ ചേട്ടൻ ഡയാലിസിസ് പേഷ്യൻ്റാണ്. ഇവരുടെ കുടുംബം വളരെയധികം സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നതാണ്. ചേച്ചിക്ക് ജോലിക്ക് പോകാൻ പറ്റാത്ത അവസ്ഥയിലാണ്. ചേച്ചിക്കും അസുഖങ്ങൾ നിരവധിയുണ്ട്. ഇത് കാണുന്ന ഗുഡ്നസ് ടിവിയുടെ എല്ലാ പ്രേക്ഷകരും ഇവരെ നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുകയും അതോടൊപ്പം തന്നെ ഇവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കണമെന്നും അഭ്യർത്ഥിക്കുകയാണ്. ഇരിങ്ങാലക്കുടയിലുള്ള കാലിത്തീറ്റ കമ്പനിയിലായിരുന്നു ശ്രീ ശിവദാസന് ജോലി. അങ്ങനെയിരിക്കെയാണ് ഇദ്ദേഹത്തിന് അസുഖം ആരംഭിച്ചത്. തുടർന്ന് ജോലിക്ക് പോകുവാൻ കഴിയാതെ വന്നു. ഗോഡൗൺ ജോലിയായിരുന്നു. ആയാസകരമായ ജോലി ആയതുകൊണ്ട് തുടരുവാൻ നിവൃത്തിയില്ലായിരുന്നു. ഡോക്ടർമാർ ഓപ്പറേഷൻ നിർദ്ദേശിച്ചതനുസരിച്ച് സർജറി നടത്തുവാൻ തയ്യാറായി. പെങ്ങളായിരുന്നു വൃക്കദാനം നൽകിയത്. അങ്ങനെ ഓപ്പറേഷൻ നടന്നു. അതിനുശേഷം 18 വർഷത്തോളം യാതൊരു കുഴപ്പവുമില്ലാതെ മുന്നോട്ടു പോയി. പക്ഷേ കോവിഡ് എന്ന മഹാമാരിയിൽ നിന്നും ഒഴിഞ്ഞു മാറുവാൻ ഇദ്ദേഹത്തിനായില്ല. കോവിഡിനെ തുടർന്നുണ്ടായ ന്യൂമോണിയ ബാധയോടുകൂടി മാറ്റിവെച്ച വൃക്ക തകരാറിലായി. അതിൻ്റെ പ്രവർത്തനം നിലച്ചതോടെ വീണ്ടും ഡയാലിസിസ് തുടരുകയാണ്. എൻ്റെ പേര് ശിവദാസൻ എന്നാണ്. ഞാൻ ഗ്യാസ് കമ്പനിയിൽ ജോലിക്ക് പോയിരുന്നു. അങ്ങനെ വയ്യാണ്ടായി, എനിക്ക് തീരെ വയ്യാണ്ടായി. ഡയാലിസിസ് ചെയ്യേണ്ടി വന്നു. ഡോക്ടറെ കണ്ടപ്പോൾ കിഡ്നിയുടെ ഇത് കാര്യം പറഞ്ഞു. ഡോക്ടർ 2 കിഡ്നിയും പോയി, കിഡ്നി മാറ്റുകയല്ലാതെ വേറെ ഒന്നുമില്ല, അതല്ലെങ്കിൽ ഡയാലിസിസ് ചെയ്യാം. അങ്ങനെ കുറച്ച് കാര്യങ്ങൾക്ക് എൻ്റെ പെങ്ങൾ കിഡ്നി സഹായിച്ചു. പെങ്ങളുടെ കിഡ്നി എടുത്ത് തന്നു. അങ്ങനെ കമ്പനിയിലുള്ളവരും പിന്നെ നാട്ടുകാരും ഒക്കെ സഹായിച്ചിട്ടാണ് ഓപ്പറേഷൻ നടത്തിയത്. പിന്നെ സ്ഥലമൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് സ്ഥലം വെക്കേണ്ടി വന്നു, കടം ഇതൊക്കെ ആയിട്ട്. അങ്ങനെ ആ ഒരു 5 സെൻറ്റ് സ്ഥലം അതിൽ മേടിച്ചതാണ് ഇത്. അതുവരെ ഞങ്ങൾ വാടകയ്ക്കാണ് കിടന്നിരുന്നത്. 5-6 സ്ഥലത്ത് വാടകയ്ക്ക് കിടന്നുണ്ട്. വാടകയ്ക്ക് ഇപ്പം പഞ്ചായത്തിൽ നിന്ന് ഈ വീട് കിട്ടിയതിന് ശേഷം വാടക കൊടുക്കണ്ട, ബാക്കിയുള്ള കാര്യങ്ങൾക്ക് മരുന്നും ഡയാലിസിസും ആഴ്ചയിൽ 3 ഡയാലിസിസ് ഉണ്ട്. വൃക്ക മാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയയ്ക്കു ശേഷം ഡോക്ടർ തന്നെ ശുപാർശ ചെയ്ത് ഒരു ചെറിയ ജോലി തരപ്പെടുത്തിയിരുന്നു. ഇപ്പോൾ വീണ്ടും രോഗം വന്നതോടെ ആ ജോലിക്കും പോകുവാൻ കഴിയാതെയായി. ഇപ്പോൾ വരുമാനം നഷ്ടപ്പെട്ട് ചികിത്സാ ചിലവ് പോലും കണ്ടെത്തുവാൻ കഴിയാതെ വിഷമിക്കുകയാണ്. എൻ്റെ പേര് അജിത ശിവദാസൻ. ഞങ്ങൾ ഇരിഞ്ഞാലക്കുട
പുല്ലൂർ വില്ലേജ് 8-ാം വാർഡിൽ താമസിക്കുന്നു. ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് 36 വർഷമായി. ചേട്ടൻ KS കാലിത്തീറ്റ കമ്പനിയിൽ ജോലിക്ക് പോയിക്കൊണ്ടിരുന്നായിരുന്നു. അങ്ങനെ 2005 ആൾക്ക് സുഖമില്ലാണ്ടായി. അത് കഴിഞ്ഞ് പെങ്ങൾ കിഡ്നി കൊടുത്തു. കിഡ്നി മാറ്റി വെച്ചു. 18 കൊല്ലം വരെ കുഴപ്പമൊന്നുമില്ലാണ്ട് അങ്ങനെ പോയി. 18 കൊല്ലം കഴിഞ്ഞപ്പോൾ കൊറോണ വന്നു. കൊറോണ പിടിച്ചു. അത് കഴിഞ്ഞ് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ന്യൂമോണിയ പിടിച്ചു. അതിൽ ക്രിയാറ്റിനൊക്കെ കണ്ടമാനം കൂടി. 15 വരെയൊക്കെ എത്തി. 1 മാസം വരെ ആശുപത്രിയിൽ കിടക്കേണ്ടിയൊക്കെ വന്നു. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് ഡയാലിസിസ് സ്റ്റാർട്ട് ചെയ്തു. അവിടെ നിന്ന് ഇങ്ങോട്ട് പിന്നെ സ്ഥിരം ഡയാലിസിസാണ്. 1.5 ആഴ്ചയിൽ 3 എണ്ണം ചെയ്യുന്നുണ്ട്. ഞങ്ങൾക്കൊരു മോളാണ്. മോളെ കല്യാണം കഴിഞ്ഞു. പിന്നെ എനിക്കാദ്യം ടൈലറിങ് ആയിരുന്നു. ഇപ്പോൾ കഴുത്തിന് എല്ല് തേയ്മാനമൊക്കെ ആയിട്ട് പിന്നെ BP ഉണ്ട്, ഷുഗറുണ്ട്, അലർജിയുടെ അസുഖം, അതുപോലെ തന്നെ ശ്വാസമുട്ട് ഒക്കെ ഉണ്ട്. അതുകൊണ്ട് ഡോക്ടർ ടൈലറിങ് നിർത്താൻ പറഞ്ഞു. ഞാനത് നിർത്തി. ഇപ്പോൾ വേറൊരു വീട്ടുപണിക്ക് പോവുകയാണ്. അത് സ്ഥിരം എനിക്ക് പോകാൻ പറ്റില്ല. എനിക്കും സുഖമില്ല. പിന്നെ ചേട്ടനും ആഴ്ചയിൽ 3 ദിവസം കൊണ്ട് നടക്കണം. അങ്ങനെ മുന്നോട്ട് പോണു. ഇപ്പം സാമ്പത്തികമായിട്ട് വളരെ ബുദ്ധിമുട്ടാണ് ജീവിതം. പലരുടെയും സഹായം കൊണ്ട് എല്ലാ കാര്യങ്ങളും അങ്ങോട്ട് പോകണം. പിന്നെ ആൾക്ക് ഇടയ്ക്കിട്ടൊക്കെ വയ്യാണ്ടാവും. പിന്നെ അത് കഴിയുമ്പോൾ പിന്നെ വീണ്ടും ഉഷാറാവും. പിന്നെ ഡയാലിസിന് പോകുമ്പോൾ പിന്നെ സോഡിയം, ഷുഗർ, BP ഒക്കെ കുറയും, കൂടും. അങ്ങനെയൊക്കെ ഒരു പ്രശ്നം. അങ്ങനെയൊക്കെ മുന്നോട്ട് പോകുന്നുണ്ട്. ഇദ്ദേഹത്തിൻ്റെ ഭാര്യ അജിത തയ്യൽ ജോലി ചെയ്തിരുന്ന വ്യക്തിയായിരുന്നു. കഴുത്തിലെ എല്ലിൻ്റെ തേയ്മാനം മൂലം ഇപ്പോൾ ആ ജോലി ചെയ്യുവാൻ കഴിയാതെയായി. കൂടെ പ്രഷറും അലർജി രോഗവും ഇവരെ ശല്യപ്പെടുത്തുന്നു. ഇപ്പോൾ ഒരു വീട്ടിൽ സഹായിക്കുവാൻ പോയാണ് ഇവർ കഴിയുന്നത്. ഭർത്താവിനെയും കൊണ്ട് ആഴ്ചയിൽ 3 ദിവസം ഡയാലിസിസിന് പോകേണ്ടതുകൊണ്ട് ആ ജോലിയും മുടങ്ങാതെ കൃത്യമായി ചെയ്യുവാൻ കഴിയുന്നുണ്ട്. എൻ്റെ കിഡ്നി മാറ്റി വെച്ചതിന് ശേഷം 2017 കിഡ്നി മാറ്റി വെച്ചത്. അതിന് ശേഷം കുറച്ച് നാൾ കുഴപ്പമില്ലാണ്ട് പോയി. ഒരു 10-18 വർഷത്തോളം കുഴപ്പമില്ലാണ്ട് പോയി. അതിന് ശേഷം പിന്നെ കൊറോണ പിടിപെട്ടു. അത് കൊറോണ വന്നതിന് ശേഷം എനിക്ക് ആ ബുദ്ധിമുട്ടുണ്ടായി. കൊറോണ വന്നതിന് ശേഷം പിന്നെ ബുദ്ധിമുട്ടായി. അതിന് ശേഷം പിന്നെ എനിക്ക് ജോലിക്ക് പോകാനും അങ്ങനെയൊന്നും ഉണ്ടായില്ല. അതിന് ശേഷം പിന്നെ ആ ബുദ്ധിമുട്ടായി. അതിന് ശേഷം ഡയാലിസിസ് വീണ്ടും തുടങ്ങേണ്ടി വന്നു. പുല്ലൂരാണ് ചെയ്യുന്നത്. പുല്ലൂർ മിഷൻ ഹോസ്പിറ്റലാണ് ഡയാലിസിസ് ചെയ്യുന്നത്. ആഴ്ചയിൽ 3 എണ്ണം ഉണ്ട് ഡയാലിസിസ്. ഇത് കാണുന്ന ഗുഡ്നസ് TVയിലെ പ്രേക്ഷകരോട് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്, എനിക്ക് എന്തെങ്കിലും സാമ്പത്തികമായി സഹായവും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും ഗുഡ്നസ് TVയിലെ പ്രേക്ഷകരോട് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. 1989 ശിവദാസൻ അജിത ദമ്പതിമാരുടെ വിവാഹം. ഇവർക്ക് ഒരു മകൾ. മകളുടെ വിവാഹം കഴിഞ്ഞിട്ട് 15 വർഷമായി. ഇപ്പോൾ ഇവർ 2 പേരും മാത്രമാണ് വീട്ടിലുള്ളത്. സാമ്പത്തികമായി ഇവർ വളരെ ബുദ്ധിമുട്ടുന്നുണ്ട്. എന്നാലും നല്ലവരായ നാട്ടുകാരുടെയും ചാലക്കുടി പള്ളിയിൽ നിന്നും വർഷത്തിൽ 2 പ്രാവശ്യം കിട്ടുന്ന സഹായം കൊണ്ടും ഡോൺ ബോസ്കോ പള്ളിയിൽ നിന്നും കിട്ടുന്ന സഹായം കൊണ്ടും ഡയാലിസിസ് മുടങ്ങാതെ നടത്തുവാൻ കഴിയുന്നുണ്ട്. ശ്രീ ശിവദാസൻ്റെ ശാരീരിക സ്ഥിതി കണക്കിലെടുത്ത് ഇദ്ദേഹത്തിന് ഇനിയൊരു വൃക്ക മാറ്റിവെക്കൽ സാധ്യമല്ല എന്നാണ് ഡോക്ടർമാർ പറഞ്ഞിരിക്കുന്നത്. അതിനാൽ ജീവിതകാലം മുഴുവനും ഡയാലിസിസ് നടത്തിയാൽ മാത്രമേ മുന്നോട്ട് ജീവിതം നീട്ടിക്കൊണ്ടു പോകുവാൻ കഴിയുകയുള്ളൂ. ഇനി ചേട്ടനൊരു കിഡ്നി മാറ്റി വയ്ക്കാനായിട്ട്
പറ്റില്ല. ആളുടെ ആരോഗ്യസ്ഥിതി വളരെ മോശമാണ്. പിന്നെ ഇനിയിപ്പോൾ നമ്മുടെ കാലം വരെ തന്നെ ഡയാലിസിസ് മുന്നോട്ട് കൊണ്ടുപോകണം. ആൾക്ക് മരുന്നും ചികിത്സയും കാര്യങ്ങളൊക്കെ എല്ലാം ഓരോരുത്തരുടെ സഹായം കൊണ്ടാണ് മുന്നോട്ട് പോണത്. ചേട്ടൻ്റെ ജീവൻ നിലനിർത്തി കൊണ്ടുപോകാൻ ഡയാലിസിസ് തന്നെ പറ്റുള്ളൂ. ഇനി അത് തന്നെ മുന്നോട്ട് കൊണ്ടുപോകണം. അത് അതിന് നല്ല ചിലവുണ്ട്. നല്ല എല്ലാവരും കൂടി ഗുഡ്നസ് TV ഈ TV കാണുന്ന എല്ലാ പ്രേക്ഷകരും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും വേണം, ഞങ്ങൾക്ക് വേണ്ടി സഹായിക്കുകയും വേണം. എന്നാലാണ് ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളും മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. ചികിത്സയും ചേട്ടൻ്റെ അതേപോലെ തന്നെ മരുന്നും ഡയാലിസിസും എല്ലാം കൂടി മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ നിങ്ങളുടെ സഹായം വേണം. ഇദ്ദേഹത്തിൻ്റെ ഓപ്പറേഷന് കടം എടുത്തതിൻ്റെ പേരിൽ വീടിൻ്റെ ആധാരം പണയത്തിലാണ്. കോവിഡിന് ശേഷം ഒരു പൈസ പോലും തിരിച്ചടയ്ക്കുവാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് അജിത പറയുന്നത്. ഇത്തരം ഒരു വിഷമസന്ധിയിലാണ് ഇവർ ഗുഡ്നസ് TVയെ സമീപിച്ചത്. നല്ലവരായ ഗുഡ്നസ് TV പ്രേക്ഷകർ മുമ്പാകെ ഇവരുടെ അപേക്ഷ ഞങ്ങൾ സമർപ്പിക്കുകയാണ്. ദയാനിധിയായ ദൈവത്തിൻ്റെ കാരുണ്യത്തിനായി നമുക്കും ഇവർക്കു വേണ്ടി പ്രാർത്ഥിക്കാം. ഇവരുടെ ഈ വിഷമസമയത്ത് നമ്മളാൽ കഴിയുന്ന സഹായങ്ങൾ ഇവർക്ക് നൽകുവാൻ സുമനസ്സുകളായ നമ്മുടെ പ്രേക്ഷകർക്ക് കഴിയുമാറാകട്ടെ. ശമരിയൻ്റെ നന്മയായ ഗുഡ്നസ് TV പ്രേക്ഷകർ സമക്ഷം സവിനയം ഇവരുടെ അപേക്ഷ സമർപ്പിച്ചുകൊണ്ട് സസ്നേഹം ശമരിയൻ. വിശദ വിവരങ്ങൾക്ക് ശമരിയൻ ഡിവൈൻ ചാരിറ്റബിൾ ട്രസ്റ്റ്, ഫാദർ ഫിലിപ്പ് നെടുന്തുരുത്തിൽ VC, കെയർ ഓഫ് ഡിവൈൻ വിഷൻ, ഡിവൈൻ മീഡിയ കോംപ്ലക്സ്, മുരിങ്ങൂർ PO, ചാലക്കുടി, തൃശൂർ, കേരള. പിൻ 680309. ഫോൺ 048027000893. മൊബൈൽ 9446143727. ഇമെയിൽ samarian.divinevision@gmail.com. പ്രിയ സഹോദരി സഹോദരന്മാരെ, ഗുഡ്നസ് TVയിലെ സമറിയാൻ എന്ന പ്രോഗ്രാമിലൂടെ ഞങ്ങൾ നിങ്ങളെ പരിചയപ്പെടുത്തിയ ബേബി എന്ന സഹോദരിക്ക് വേണ്ടി സമാഹരിച്ച ചികിത്സാ സഹായ നിധി കൈമാറുന്നതിന് വേണ്ടിയാണ് ഞാനിപ്പോൾ നിങ്ങളുടെ മുൻപിൽ നിൽക്കുന്നത്. ബേബിക്ക് തൈറോയിഡ് വളർന്ന് ആമാശയത്തിലേക്ക് ഇറങ്ങി വളരെ ബുദ്ധിമുട്ടുള്ള ഒരു സാഹചര്യത്തിലായിരുന്നു. തൃശ്ശൂർ ഓപ്പറേഷൻ ചെയ്യാൻ സാധിക്കാത്തതിൻ്റെ പേരിൽ കോട്ടയം മെഡിക്കൽ കോളേജിലാണ് ഓപ്പറേഷൻ ചെയ്തത്. അവരുടെ വീട് മുരിങ്ങൂർ മണ്ടിക്കുന്നിലാണ്. അവരുടെ മകൻ്റെ ഭാര്യ സന്ധ്യയാണ് എപ്പോഴും എൻ്റെ അടുക്കൽ നിൽക്കുന്നത്. കൂലിപ്പണി ചെയ്ത് കഴിയുന്ന ഒരു കുടുംബമാണ്. ആ കുടുംബത്തിലെ വരുമാനം എന്ന് പറയുന്നത് കൂലിപ്പണിയിൽ നിന്നും കിട്ടുന്ന കാശാണ്. അങ്ങനെയുള്ള സാഹചര്യത്തിലാണ് ഗുഡ്നസ് TV ഈ സഹോദരിയെക്കുറിച്ച് അറിയുന്നതിനും അവരുടെ കാര്യം ഗുഡ്നസ് TVയിലൂടെ രോഗവിവരം ഗുഡ്നസ് TVയിലൂടെ അറിയിക്കുന്നതിനും ഇടയായത്. അപ്പോൾ ഗുഡ്നസ് TVയുടെ നല്ലവരായ പ്രേക്ഷകർ വളരെ ഉദാരമായിട്ട് സഹായിക്കുന്നതിനായിട്ട് മുന്നോട്ട് വന്നു. അതിൻ്റെ ഫലമായിട്ട് 1,40,000 രൂപ സമാഹരിക്കാനായിട്ട് സാധിച്ചു. ആ തുകയാണ് ഇപ്പോൾ ഈ സഹോദരിക്ക് ഞാൻ ഗുഡ്നസ് TVയുടെ പേരിൽ കൈമാറുന്നത്. പ്രിയ സഹോദരി സഹോദരന്മാരെ, ഗുഡ്നസ് TVയുടെ പേരിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഹൃദയപൂർവ്വം നന്ദി പറയുവാനായിട്ട് ഈ അവസരം ഞാൻ വിനിയോഗിക്കുകയാണ്. ഈ ബേബി എന്ന സഹോദരിയെക്കുറിച്ച് നിങ്ങൾ അറിയാനായിട്ടിടയായപ്പോൾ സഹായിക്കുന്നതിനായിട്ട് ധാരാളം പേര് മുന്നോട്ട് വരികയുണ്ടായി. 100ഉം 200ഉം 50ഉം രൂപയൊക്കെ വെച്ച് സഹായിച്ച ധാരാളം ആളുകളുണ്ട് എന്ന് എനിക്കറിയാം. നിങ്ങളുടെ ഓരോ ചെറിയ സംഭാവനയും ഈ സഹോദരിയെ സംബന്ധിച്ചിടത്തോളം, അവരുടെ ചികിത്സയെ സംബന്ധിച്ചിടത്തോളം വളരെ വിലപ്പെട്ടതാണ്. അവരുടെ ഓപ്പറേഷൻ ഈ അടുത്ത ദിവസങ്ങളിൽ കഴിഞ്ഞ് അവർ ആരോഗ്യത്തിലേക്ക് വീണ്ടും വന്നുകൊണ്ടിരിക്കുകയാണ്. ഇനിയും തുടർ ചികിത്സകൾ ആവശ്യമുണ്ട്, അതിന് പണം ആവശ്യമുണ്ട്. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലാണ് ഗുഡ്നസ് TVയുടെ ഈ സമറിയാൻ പ്രോഗ്രാമിലൂടെയുള്ള സഹായം അവർക്ക് സഹായമായിട്ട് തീരുന്നത്. നിങ്ങളെല്ലാവരെയും ഞാൻ ഗുഡ്നസ് TVയുടെ പേരിൽ ഹൃദയപൂർവ്വം നന്ദിയോടെ ഓർക്കുകയാണ്. നിങ്ങൾ
വളരെ ഉദാരമായിട്ട് സംഭാവന ചെയ്യുന്നതിനായിട്ട് സഹായിക്കുന്നതിനായിട്ട് മുന്നോട്ട് വന്നതുകൊണ്ടാണ് ഇത്രയും വലിയ ഒരു തുക സമാഹരിക്കുന്നതിനും കൊടുക്കുന്നതിനുമായിട്ട് ഗുഡ്നസ് ടി വിക്ക് ഇന്ന് സാധിക്കുന്നത്. നിങ്ങളെല്ലാവരെയും ദൈവം സമൃദ്ധമായിട്ടും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ പ്രവർത്തനങ്ങളിലും ജീവിതത്തിലും വിജയം നൽകി ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. എല്ലാവിധ ആപത്തുകളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും നിങ്ങളെ ദൈവം കാത്തു പരിപാലിക്കട്ടെ. എല്ലാ രോഗപീഠകളിൽ നിന്നും സംരക്ഷണം ദൈവം നിങ്ങൾക്ക് ഒരുക്കട്ടെ എന്ന് ഞാൻ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. ഈ സഹോദരിയെ നമുക്കിനിയും നമ്മുടെ പ്രാർത്ഥനകളിൽ ഓർക്കാം. ഒരിക്കൽ കൂടി ഗുഡ്നസ് ടി വിയുടെ പേരിൽ നിങ്ങൾക്കെല്ലാവർക്കും ഹൃദയപൂർവ്വം നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ. നന്ദി. എൻ്റെ അമ്മയുടെ ചികിത്സയ്ക്ക് വേണ്ടി സാമ്പത്തികമായി സഹായിച്ച ഗുഡ്നസ് ടി വിയുടെ എല്ലാ നല്ലവരായ പ്രേക്ഷകർക്കും ദൈവനാമത്തിൽ നന്ദി പറയുന്നു.